ഒരേ സമയം നമ്മുടെ ഉപബോധ മനസ്സിൽ അയാൾ ചെയ്തതാണ് ശരി, അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് തോന്നിക്കുകയും, എന്നാൽ അതേസമയം നമ്മുടെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ നമ്മൾ പഠിച്ച മോറൽസ് വെച്ച് പബ്ലിക്കലി അയാൾ ചെയ്തത് ശരിയായില്ല എന്നും നമ്മെ തോന്നിപ്പിച്ച ഒരു രംഗത്തെ പറ്റിയാണ് ഈ വീഡിയോ. പറഞ്ഞു വരുന്നത് സ്പിരിറ്റ് എന്ന സിനിമയിലെ ഈ ഒരു സീനിനെ പറ്റിയാണ്. എല്ലാവരോടും അനുവാദം ചോദിച്ചിട്ടാണ് രഘുനന്ദൻ ഈ ഒരു രംഗത്ത് പാട്ട് പാടാൻ ആരംഭിക്കുന്നത്. എന്നാൽ അത് മുഴുമിപ്പിക്കുന്നതിന് മുൻപ് ഒരാൾ അവിടെ നിന്ന് ഈ പാട്ടിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഫോൺ ചെയ്യുകയാണ്. ഇത് കണ്ട് രഘുനന്ദൻ ഉടനടി പ്രതികരിക്കുകയും അയാളോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു രംഗം കാണുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലും ചിന്തിക്കാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ രഘുനന്ദൻ ചെയ്തതാണ് ശരിയെന്നും എന്നാൽ അയാൾ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതായിരുന്നു എന്നും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ ചിന്തിക്കേണ്ടി വരുന്നത് എന്നതിന്റെ ഒരു തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് കംപ്ലീറ്റ്ലി തിയറി ആയിരിക്കും. അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഹ്യൂമൻ മൈൻഡ്സിനെ പറ്റി പറയുന്ന ഒരുപാട് സൈക്കോളജിക്കൽ തിയറീസ് നിലവിലുണ്ട്. അതിലൊന്നാണ് സൈക്കോ അനാലിറ്റിക് തിയറി അഥവാ സൈക്കോ സെക്ഷൽ തിയറി ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്. എന്താണ് ഈ തിയറി എന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. മറിച്ച് ആ തിയറിയുടെ ഒരു കോമ്പണന്റ് ആണ് സൈക്കിക് ട്രയാഡ്. അതിനകത്ത് 3 കോമ്പണന്റുകളാണുള്ളത്: ഐഡി, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പോൾ ഈ ഐഡി എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, എന്ന് വെച്ചാൽ മനസ്സിൽ തോന്നിയത് അപ്പ ചെയ്യണം. അപ്പോൾ രഘുനന്ദൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഐഡി ആണ്. ഇനി ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മീഡിയേറ്റിംഗ് പാർട്ടാണ്. അതായത് എനിക്ക് ഇപ്പൊ അവനെ തല്ലണം എന്ന് തോന്നിയത് ഞാൻ തല്ലാൻ പാടില്ല എന്നൊരു ചിന്ത. ഇനി സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മേൽ പറഞ്ഞവയെല്ലാം മിക്സ് ചെയ്ത് പുറത്തേക്ക് വരുന്ന നമ്മുടെ ഭാവമാണ്. അപ്പോൾ ഒരു സോഷ്യൽ ആനിമലായ നമ്മളൊക്കെയും ജീവിച്ചു പോകുന്നത് സൂപ്പർ ഈഗോ ഫോർമാറ്റിലാണ്. അതാണ് സൊസൈറ്റിയിൽ ആക്സെപ്റ്റബിൾ. ബട്ട് എപ്പോഴും ഓരോ സിറ്റുവേഷനിലും ഒരു ഇൻസ്റ്റന്റ് ജസ്റ്റിസ് വേണമെന്നുള്ള തോന്നൽ നമുക്കൊക്കെയും ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് നമ്മൾ കാണിക്കില്ല. എന്നാൽ ഈ സിനിമയിലെ രഘുനന്ദൻ എന്ന കഥാപാത്രം അത് കാണിക്കും.